ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ എന്നിട്ട് അവരോടൊന്ന് തന്നെ ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും എപ്പോഴും ഇൻഷുറൻസിൽ അവർ വേക്കൻസി പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് വന്നൊരു പ്രൊഫഷനായിട്ടാണ്. പണ്ടൊക്കെ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവർ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വേറെ ഡിഗ്രിയൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കും മെഡിക്കൽ ടെർമിനോളജിയൊക്കെ അറിയുന്നവർക്കും ഒക്കെ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കാണാറുണ്ട് വേക്കൻസി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒത്തിരി വേക്കൻസി, ഡെയിലി ഒരു വേക്കൻസി എന്ന പോലെ ഞാൻ കാണുന്നുണ്ട് ഇൻഷുറൻസിൽ, ഹോസ്പിറ്റലിൽ വേക്കൻസി ഇടുന്നത്. ഇപ്പോൾ ഒത്തിരി പുതിയ ഇൻഷുറൻസ് വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി വേക്കൻസി അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 1-2 സ്ഥലത്ത് കണ്ട വേക്കൻസിനെ കുറിച്ച് പറയാം കേട്ടോ. ആദ്യത്തെ വേക്കൻസി പറയുന്നത് അൽഷാഹിൻ മെഡിക്കൽ സെൻ്റർ ആണ് കേട്ടോ. ദുഹയിലുള്ള അൽഷാഹിൻ മെഡിക്കൽ സെൻ്റർ ഇൻഷുറൻസ് ഓഫീസറിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ആ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്, പ്ലസ് ഇൻഷുറൻസിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കോഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, പക്ഷേ ഇതിനുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. അതായത് പിന്നെ ഏതാണ് അത്, ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഡിസീസ്, അതായത് ടെർമിനോളജി, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജിയെക്കുറിച്ച് അറിയുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. ഓരോരോ അബ്രിവേഷനൊക്കെ കാണുമ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ അറിയുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സാണ് കേട്ടോ. അപ്പോൾ അൽഷാഹിൻ മെഡിക്കൽ സെൻ്റർ ദുഹയിലുള്ള അവർ ഈ ഇത് വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടവർ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അയച്ചു തരാം കേട്ടോ. രണ്ടാമതായിട്ട് എലൈറ്റ് മെഡിക്കൽ സെൻ്റർ, ഖത്തറിൽ ഉള്ള എലൈറ്റ് മെഡിക്കൽ സെൻ്ററിൽ അവർ ഇൻഷുറൻസ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും വേണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സെയിം റിക്വയർമെൻറ്റ്സ് ആണ് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിപ്പോൾ ഏത് ഹെൽത്ത് റിലേറ്റഡ് കോഴ്സ് ആണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷനാണ് ഇത്, ഇൻഷുറൻസ് സെക്ഷൻ. അപ്പോൾ രണ്ടാമതെന്ന് പറഞ്ഞാൽ എലൈറ്റ് മെഡിക്കൽ സെൻ്ററാണ്, അവരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് സാക് ഹെൽത്ത് കെയർ, അവിടുത്തെ മാൻപവർ കമ്പനിയാണ്, അവരും ഇൻഷുറൻസ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഹോസ്പിറ്റൽ ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേമസ് ക്ലിനിക്കാണ്, അവരും ഇൻഷുറൻസ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കായിട്ട് ഈ ഖത്തറിൽ ഇപ്പം പ്രസൻ്റ്ലി ഉള്ള വിസയൊക്കെ ഉള്ള ആൾക്കാർ, എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സാണ്. ബേസിക്കായിട്ടുള്ള കമ്പ്യൂട്ടർ സ്കില്ലും പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സാണ് ഇത്, ഇൻഷുറൻസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്. അപ്പോൾ ഇപ്പം ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ വേക്കൻസി. ഇതിങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ജോബാണ് കേട്ടോ ഇൻഷുറൻസ് സെക്ഷനിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലതിനൊക്കെ അവർ ഈ ICD 10 ഒക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷുറൻസ് ഓഫീസേഴ്സിന്. അതിൻ്റെ മെഡിക്കൽ കോഡർ എന്നല്ല, ഇൻഷുറൻസ് ഓഫീസറിൻ്റെ പോസ്റ്റിൽ തന്നെ അവർ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ചില ഹോസ്പിറ്റലുകാർ ചോദിക്കാറുണ്ട്. സർട്ടിഫിക്കേഷനൊന്നും വേണ്ട, ജസ്റ്റ് പിന്നെ കോഴ്സ് അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖത്തറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അൽഷാഹിൻ മെഡിക്കൽ സെൻ്റർ, എലൈറ്റ് മെഡിക്കൽ സെൻ്റർ, പിന്നെ സാക് ഹെൽത്ത് കെയർ, അമേരിക്കൻ ഹോസ്പിറ്റൽ, ഇത് ഇന്നലെ ഞാൻ കണ്ട വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ 4 ആൾക്കാരാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 4 മെഡിക്കൽ സെൻ്ററിൽ പെട്ടതാണ് കേട്ടോ. ഹോസ്പിറ്റലല്ല, മെഡിക്കൽ സെൻറ്റേഴ്സാണ് ഇതൊക്കെ. അപ്പം ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ
ഓടിപ്പോയി പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, വിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. എൻ്റെ വീഡിയോ ഒക്കെ കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.